എസ് കെന് ഇവിടെ സ്ഥാനാർത്ഥികൾ അവസാന വോട്ടുറപ്പിക്കാനുള്ള പരമാവധി വേഗത്തിൽ ഓട്ടപ്പാച്ചിലാണ്. ഇവരുടെ കൂടെ ഓടിയെത്തുക എന്ന് പറയുന്നത് അറിയാലോ, ഇവരുടെ കൂടെ ഓടിയെത്തുക എന്ന് പറഞ്ഞാൽ പോലും കുറച്ച് പ്രയാസമാണ്. അത്ര സ്പീഡാണ് ഓടുന്നത്. ഓരോ വോട്ടും അതിനിർണായകമാണ് എസ് കെ. അപ്പൊ ഇന്ന് കൊട്ടിക്കലാശമാണ്. കൊട്ടിക്കലാശത്തിൽ അവരുടെ ശക്തി പ്രകടനത്തിലേക്ക് എത്തുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രചരണ വണ്ടിയിൽ ഞാൻ ചാടിക്കേറി അതിനിവിടെ അവസാന ഓട്ടപ്പാച്ചിലാണ് അല്ലെ? അതെ അതെ, പരമാവധി ആളുകളെ കാണാനായിട്ട് ഈ ശബ്ദപ്രചരണം അവസാനിക്കുകയാണല്ലോ, കൊട്ടിക്കലാശമാണല്ലോ. പരമാവധി ആളുകളെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് കൊട്ടിക്കലാശത്തിൽ ഒരു ശക്തി പ്രകടനം. അങ്ങനെ ഉണ്ടോ? കൊട്ടിക്കലാശത്തിൽ എല്ലാ പാർട്ടികളുടെ ഒരു ശക്തി പ്രകടനം ഉണ്ട്. അത് നമ്മുടെ മാത്രമൊന്നുമല്ല, എല്ലാവരുടെയും ഉണ്ടാവും. നല്ല രസമാണല്ലോ. ഈ ഞാനൊരു അടിസ്ഥാനപരമായി നമ്മളൊക്കെ പാർട്ടി പ്രവർത്തകരാണല്ലോ. ഒരു പാർട്ടി പ്രവർത്തകന്റെ ഒരു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ആവേശകരമായ മൊമെന്റ് എന്ന് പറയുന്നത് കൊട്ടിക്കലാശമാണ്. നമ്മൾ അറിയാണ്ട് ഡാൻസ് ഒക്കെ ചെയ്തു വന്ന മൊമെന്റ്. അതെ അതെ, ചേലക്കര ഞാനൊരു പാർട്ടി പ്രവർത്തകനായി പോയി. പാർട്ടി പ്രവർത്തകനാണല്ലോ അടിസ്ഥാനപരമായി. സ്ഥാനാർത്ഥിയാണെന്ന് മറന്നുപോയി. ഡാൻസിൽ നിന്ന് അഭിനോർക്കുക. അപ്പം ചേലക്കര അറിയാതെ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു നമ്മളെല്ലാം വെക്കും. ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ, നമ്മളാണല്ലോ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നത്. കുറെ കാലമായിട്ട് ഈ ഡാൻസ് ഒക്കെയാണ് വളരെ ഷോ ചെയ്ത. എന്താണ് ഫൈനൽ പ്രതീക്ഷ? ഫൈനൽ പ്രതീക്ഷ ഇപ്പം അങ്ങേക്കൊരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ നിഷ്പക്ഷമായി സംസാരിക്കേണ്ടി വരും. എങ്കിലും അങ്ങ് ജനങ്ങളുടെ റെസ്പോൺസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് അങ്ങേക്ക് ഒരു റിസൾട്ട് മനസ്സിലായല്ലോ. ആ റിസൾട്ട് ഉണ്ടാവും ഇവിടെ. എന്നാലും എത്ര ഭൂരിപക്ഷം? ഞാൻ ഭൂരിപക്ഷം പറയുന്നത് ശരിയല്ല. അത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് കേട്ടോ. ഈ വിവാദങ്ങളൊന്നും പോസിറ്റീവായിട്ട് വളരെ ഗുണപരമായിട്ട് വായിച്ചു. അതായത് ഇപ്പം എനിക്കെതിരെ ഉയർന്ന ഏറ്റവും ഗുരുതരമായ ആരോപണമായിരുന്നു കള്ളപ്പണ ഇടപാട് നടത്തി, രാജ്യദ്രോഹ കുറ്റമാണ്. അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ട് 10 ദിവസമായിട്ടും എനിക്കെതിരെ ഒരു FIR പോലും ഇട്ടിട്ടില്ല. എന്നൊന്ന് ചോദ്യം ചെയ്യാൻ പോലും വിളിപ്പിച്ചിട്ടില്ല. അപ്പൊ അത് ജനങ്ങൾക്ക് മനസ്സിലായി, ഇവരെന്തും ചെയ്യും, എന്ത് വൃത്തികേടും നെറുകേടും ചെയ്യുന്നവരാണെന്ന് ബോധ്യപ്പെട്ടു. അതൊരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ വ്യക്തിപരമായി അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ളൊരു ബോധ്യവും പാലക്കാട്ടെ ജനങ്ങൾക്ക്. സന്ദീപ് വാര്യർ വന്നത് ബൂമറാങ് ആണെന്ന് ഇങ്ങനെ പറഞ്ഞു. ഇപ്പം സുരേന്ദ്രൻ പറയുന്നത് അവർക്ക് ഉർവശിച്ച ഉപകാരം പറയുന്നത് ബൂമറാങ് ആണെന്ന് പറയുന്ന ഒന്ന് CPM പിന്നെ ഒന്ന് BJP അല്ലേ? ശ്രീ K സുരേന്ദ്രൻ, ശ്രീ പിണറായി വിജയനും രണ്ടുപേരുമാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ K സുരേന്ദ്രൻ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം, അവരുടെ പാർട്ടിയിൽ നിന്ന് ഒരാൾ പോകണല്ലോ. ശ്രീ പിണറായി വിജയൻ എത്ര വിഷമിക്കുന്നത്? BJP ഒരാൾ പോകുന്നതിന് ഇത്ര പ്രയാസപ്പെടുന്നതിന്? അല്ല, ശ്രീ പിണറായി വിജയൻ സത്യത്തിൽ വന്നത് കൃഷ്ണകുമാറിന്റെ പ്രചരണത്തിന് വേണ്ടിയിട്ടല്ലേ? കാരണം BJP പരാജയപ്പെടുത്താൻ വന്നിട്ട് ലീഗിനെ കടന്നക്രമിക്കുന്നതിന് ലീഗിന്റെ തങ്ങൾ എന്താ പറഞ്ഞത്? ലീഗിന്റെ അധ്യക്ഷൻ എന്താ പറഞ്ഞത്? ശ്രീ K സുരേന്ദ്രൻ ഇന്നത്തെ ദിവസം വരെ നടത്താത്ത പ്രസ്താവനയാണ് ശ്രീ പിണറായി വിജയൻ നടത്തിയത്. അദ്ദേഹം വന്നത് ശ്രീ K സുരേന്ദ്രൻ ചില പോയിന്റുകൾ വിട്ടുപോയി. ശ്രീ K സുരേന്ദ്രൻ വിട്ടുപോയ പോയിന്റുകൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കൃഷ്ണകുമാറിന്റെ പ്രചരണത്തിന് വേണ്ടിയിട്ടാണ് ശ്രീ പിണറായി വിജയൻ വന്നത്. അതിനെ ഞാൻ തോൽപ്പിക്കും. ഞങ്ങൾ പോയി ഇറങ്ങാം. SKനോട് അന്വേഷണം പറഞ്ഞാൽ ഗുഡ് മോർണിംഗ്. മോർണിംഗ് രാഹുൽ കേൾക്കുന്നില്ല. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ LDF സ്ഥാനാർത്ഥി ഡോക്ടർ P സരിനൊപ്പം നമ്മുടെ കണ്ടമാനം ആരാധകരുണ്ട് കേട്ടോ പാലക്കാട്. കണ്ടമാനം ആരാധകരുണ്ട്. ആ ആരാധകരിൽ SKN എനിക്ക് അനുകൂലമായതുകൊണ്ട് വോട്ട് ചെയ്യുന്ന എന്റെ പ്രതീക്ഷ. അപ്പൊ ഓക്കെ.